ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് കൗഡില്യാണ്. നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കേഴ്സിൽ രണ്ട് ഇന്ത്യൻ തിങ്കേഴ്സാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഗാന്ധിയും അതോടൊപ്പം തന്നെ ഒന്ന് കൗഡില്യയും. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കൗഡില്യയിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഗാന്ധിയിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ കൗഡില്യ ഓൾസോ നോൺ ആസ് ചാണക്യ. നമുക്ക് ഓൾറെഡി അറിയാം കൗഡില്യനെ ചാണക്യൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം വിഷ്ണുഗുപ്തൻ എന്നാണ്. ഹാസ് അട്രാക്റ്റഡ് ദ അറ്റൻഷൻ ഓഫ് നമ്പർ ഓഫ് സ്കോളേഴ്സ്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ചാണക്യൻ്റെ തോട്ടിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള കുറേയധികം തിങ്കേഴ്സ് പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് വന്നിട്ടുണ്ട്. എക്കണോമിക്സ്, മാനേജ്മെൻറ്റ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സൈക്കോളജി, ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് സ്ട്രാറ്റജിക് സയൻസസ്. ഹീ ഈസ് നോൺ ഫോർ ഹിസ് സെമിനൽ വർക്ക് കോൾഡ് ദ അർത്ഥശാസ്ത്ര. അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കായിട്ടുള്ള അർത്ഥശാസ്ത്രയിലൂടെയാണ്. He had written this great thesis at a time when monarchy was the form of government and kings were expected not only to defend their territories but also pursue the expansion of boundaries by way of waging wars and winning wars. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തീസിസ് എഴുതുന്ന സമയത്ത് ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മൊണാർക്കി ആയിരുന്നു. രാജാക്കന്മാർ അവരുടെ ടെറിട്ടറീസ്, അവരുടെ ബൗണ്ടറീസ് ഡിഫെൻഡ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, അതോടൊപ്പം തന്നെ അവരുടെ ബൗണ്ടറീസ് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു, അല്ലേ? വിശാലമാക്കി. എങ്ങനെയാണ് അത് വിപുലമാക്കിയത് അല്ലെങ്കിൽ വിശാലമാക്കിയത്? പുറത്തോട്ടുള്ള ബൗണ്ടറീസിൻ്റെ എക്സ്റ്റൻഷൻ കൂട്ടി, അത് എക്സ്പാൻഡ് ചെയ്തു. അപ്പം യുദ്ധം ചെയ്യുന്നതിലൂടെയാണ് അല്ലെങ്കിൽ യുദ്ധത്തിൽ വിജയിക്കുന്നതിലൂടെയാണ് അവരുടെ ബൗണ്ടറീസ് എന്ത് ചെയ്തത്? എക്സ്പാൻഡ് ചെയ്തത്. ഇൻ ദ പ്രോസസ് ഓഫ് ഹിസ് അനാലിസിസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് മെഷീനറി, കൗഡില്യ ഫോക്കസ്ഡ് ഓൺ സെവറൽ ഡയമെൻഷൻസ് ഓഫ് റണ്ണിങ് എ സ്റ്റേറ്റ് ഓർ ഗവൺമെൻറ്. ഇപ്പോൾ കൗഡില്യൻ കൂടുതലും ഫോക്കസ് ചെയ്തത് ഒരു സ്റ്റേറ്റ് റൺ ചെയ്യുന്നതിന് കുറേയധികം ഡയമെൻഷൻസ് ഉണ്ട്, അതിലാണ് കൂടുതലും ഫോക്കസ് ചെയ്തത്. ഹി ഫേവേർഡ് ദ ഐഡിയ ഓഫ് എ സ്ട്രോങ് സ്റ്റേറ്റ് വിച്ച് കുഡ് ബി പോസിബിൾ ഓൺലി ഇഫ് ദ റൂളർ ഓർ ദ കിങ് വാസ് സ്ട്രോങ്. അദ്ദേഹം കൂടുതലും ഫേവർ ചെയ്തത് എന്തിലാണ്? ഒരു സ്ട്രോങ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഒരു സ്ട്രോങ് സ്റ്റേറ്റ് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? അവിടെ ഒരു സ്ട്രോങ് കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ, ഒരു സ്ട്രോങ് റൂളർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു സ്ട്രോങ് സ്റ്റേറ്റ് ആയിട്ട് മാറുള്ളൂ. ഫോർ ദിസ് ടു ഹാപ്പൻ, അപ്പോൾ ഇത് സംഭവിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു സ്ട്രോങ് റൂളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് സ്റ്റേറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുന്ന കുറേയധികം കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? ഫിസിക്കലായിട്ടുള്ള പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്, സോഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്, പൊളിറ്റിക്കൽ, കൾച്ചറൽ, മോറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യത അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പം പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കുറേയധികം പഠിച്ചായിരുന്നു. അതിൽ കൗഡില്യൻ്റെ പ്രിൻസിപ്പിൾസാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്കാണ്. ഓൾറെഡി നമ്മൾ എന്താണ് മോഡേൺ അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ തന്നെ അതിൽ എന്തുണ്ട്? ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, അല്ലേ? ഡിവിഷൻ ഓഫ് വർക്ക് ഓർ വാട്ട് ഈസ് നോൺ ആസ് ഡിവിഷൻ ഓഫ് ലേബർ ഈസ് വൺ ഓഫ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഹാസ് ബിയറിംഗ് ഓൺ ദ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ഓർഗനൈസേഷൻ എഫിഷ്യൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ, എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? എന്ത് പ്രിൻസിപ്പിൾ അത് ഫോളോ ചെയ്തിരിക്കണം? ഡിവിഷൻ ഓഫ് ലേബർ ഫോളോ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ കൗഡില്യ ഓൾസോ ഡിവൈഡ്സ് ദ വർക്ക് ഇൻ ടു സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡിനോട്ടിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അസൈനിങ് ഡിഫറെൻറ്റ് റോൾസ്. അപ്പോൾ എന്താണ്? കൗഡില്യനും എന്ത് ചെയ്തിട്ടുണ്ട്? വർക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വർക്കേഴ്സിനും എന്ത് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ഡിഫറെൻറ്റ് റോൾസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടു ഡിഫറെൻറ്റ് പേഴ്സൺ അക്കോർഡിംഗ് ടു ദെയർ സ്പെഷ്യലൈസേഷൻ ആൻഡ് നോളജ്. അപ്പോൾ എന്താണ്? ഓരോ വർക്കേഴ്സിൻ്റെയും നോളജിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ സ്പെഷ്യലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? സോ ആസ് ടു എനേബിൾ ഹിം ടു പെർഫോം ഹിസ് ടാസ്ക് ഇൻ എ പ്രുഡൻറ്റ് ആൻഡ് പ്രോഫിറ്റബിൾ വേ. അപ്പോൾ എന്താണ്? ഓരോ ആൾക്കാർക്കും അവരുടെ ജോലി കൃത്യമായിട്ട്, അല്ലേ, പ്രുഡൻ്റായിട്ടും പ്രോഫിറ്റബിൾ ആയിട്ടും ചെയ്യാൻ സാധിച്ചിരിക്കണം. നോളജബിളായിട്ടും അതിൽ നിന്ന് അവർക്ക് എന്തുണ്ടായിരിക്കണം? ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അവർക്ക് അതിൽ നിന്ന് എന്തുണ്ടാകണം? അത് ചെയ്യുന്നതിലൂടെ അവർക്കും ഒരു ഗ്രോത്ത് ഉണ്ടാകണം.
The structure of governmental machinery shows that Kaudilya divided the work into 34 departments and each was headed by a designated officer. അപ്പോൾ എന്താണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റൽ മെഷീനറിയുടെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൗഡില്യൻ എന്താണ് വർക്കിനെ 34 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും എന്തുണ്ടായിരിക്കും, ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഉണ്ടായിരിക്കും. ഇനി അടുത്ത ഹൈറാർക്കിയാണ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഇൻ അർത്ഥശാസ്ത്ര ഡെപ്പിക്റ്റ് എ ബ്യൂറോക്രാറ്റിക് ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അന്നത്തെ അഡ്മിനിസ്ട്രേഷൻ എന്ത് ടൈപ്പാണ്, ബ്യൂറോക്രാറ്റിക് ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഹൈറാർക്കിക്കലാണ്. ഓൺ ദ അപ്പെക്സ് ഓഫ് ദ ഓർഗനൈസേഷണൽ പിരമിഡ് വാസ് ദ കിങ്. അപ്പം ആ ഒരു ഹൈറാർക്കിയുടെ ഏറ്റവും മുകളിലായിട്ട് വരുന്നത് എന്താണ്, ഓർഗനൈസേഷണൽ പിരമിഡിൻ്റെ മുകളിലായിട്ട് അപ്പെക്സ് ആയിട്ട് വരുന്നത് ആരാണ്, കിങ് ആണ്. ഹു വാസ് ദ റിപ്പോസിറ്ററി ഓഫ് ഓൾ അതോറിറ്റി. എല്ലാ അതോറിറ്റിയും ആരുടെ കയ്യിലാണ്, അധികാരം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, കിങ്ങിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. സബോർഡിനേറ്റ് ലെവൽസ് വെയർ മാൻഡ് ബൈ ദ ഓഫീസേഴ്സ് നോൺ എസ് മഹാമത്യ, അമത്യാസ്, അധ്യക്ഷാസ് ആൻഡ് സൂപ്രണ്ടൻസ്. അപ്പം ഓരോ ലെവൽസിലും എന്തുണ്ട്, ഓരോരോ ഹെഡായിട്ട് ഓഫീസേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് മഹാമാത്തിയും അമത്യാസും അധ്യക്ഷാസും ഒക്കെ പറയുന്നത്. അധ്യക്ഷാസിനെയാണ് സൂപ്രണ്ടൻറ്റൻ്റ് എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് ഓഫ് കമാൻഡ് ആണ്. യൂണിറ്റ് ഓഫ് കമാൻഡൊക്കെ ഓൾറെഡി നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾ ദ എംപ്ലോയീസ് ഓഫ് ദ എംപയർ വെർ ടു സീക്ക് ഓർഡർ ഓൺലി ഫ്രം വൺ അതോറിറ്റി. എല്ലാ എംപ്ലോയീസും ഒരൊറ്റ അതോറിറ്റിയിൽ നിന്ന് ഓർഡേഴ്സ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ അതോറിറ്റീസിൻ്റെ ഓർഡേഴ്സ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം സബോർഡിനേറ്റ്സ് ഒരൊറ്റ സുപ്പീരിയറിൻ്റെ ഓർഡർ മാത്രം ഫോളോ ചെയ്യുക. അതാണ് യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ആ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കണം, കിങ് ആയിരിക്കണം. ദർ വാസ് നോ കൺഫ്യൂഷൻ അറ്റ് എനി ലെവൽ ഓഫ് ദ ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ ഒരു ലെവലിൽ ഒരു കൺഫ്യൂഷനും ഉണ്ടാകാൻ പാടില്ല. ദാറ്റ് ദ കിങ് എലോൺ ഹാഡ് ദ പവർ ടു ഇഷ്യൂ ഓർഡേഴ്സ്. അപ്പം ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ആർക്ക് മാത്രമാണുള്ളത്, കിങ്ങിന് മാത്രമാണുള്ളത്. ടു സബോർഡിനേറ്റ്സ് വർക്കിംഗ് ഇൻ എനി ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഇൻ എനി പൊസിഷൻ. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായിക്കോട്ടെ, ഏത് പൊസിഷനിലുള്ള സബോർഡിനേറ്റ് ആയിക്കോട്ടെ. അപ്പം അവരൊക്കെ ഫോളോ ചെയ്യേണ്ടത് ആര് ഇഷ്യൂ ചെയ്യുന്ന ഓർഡറാണ്, കിങ് ഇഷ്യൂ ചെയ്യുന്ന ഓർഡറാണ്. ഇനി അടുത്ത സെൻട്രലൈസേഷൻ ആണ്. അത് നമുക്ക് അടുത്തതിൽ നോക്കാം. ഓക്കെ, നമ്മൾ കൗഡില്യാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇനി അടുത്ത ഫീച്ചറായിട്ട് പ്രിൻസിപ്പളായിട്ട് നമുക്ക് നോക്കാനുള്ള സെൻട്രലൈസേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, സെൻട്രലൈസേഷൻ വാസ് ഇൻഡീഡ് ദ ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാനപ്പെട്ട ഓർഗനൈസിങ് പ്രിൻസിപ്പിളാണ് സെൻട്രലൈസേഷൻ. ഹൗവർ ഫോർ ദ പർപ്പസ് ഓഫ് സ്മൂത്ത് എക്സിക്യൂഷൻ ഓഫ് ദ പോളിസീസ് ആൻഡ് ഡിസിഷൻ ഫ്രെയിംഡ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ സെൻറ്ററിൽ ഫ്രെയിം ചെയ്തിട്ടുള്ള പോളിസീസും ഡിസിഷൻസും ഗ്രാസ് റൂട്ട് ലെവലിൽ സ്മൂത്തായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്തായിരിക്കണം, ഓർഗനൈസ്ഡ് ആയിരിക്കണം. ആ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആരുടെ സൂപ്പർവിഷനിലായിരിക്കണം, സെൻറ്ററിൻ്റെ സൂപ്പർവിഷനിലായിരിക്കണം. അതാണ് ആ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് സ്മൂത്ത് എക്സിക്യൂഷൻ ഓഫ് ദ പോളിസീസ് ആൻഡ് ഡിസിഷൻ ഫ്രെയിംഡ് അറ്റ് ദ സെൻറ്റർ, ദ അഡ്മിനിസ്ട്രേഷൻ വാസ് ഓൾസോ ഓർഗനൈസ്ഡ് അണ്ടർ ക്ലോസ് സൂപ്പർവിഷൻ ഓഫ് ദ സെൻറ്റർ അറ്റ് ദ ഗ്രാസ് റൂട്ട്. ദ എംപയർ വാസ് അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡിവൈഡഡ് ഇൻ ടു പ്രൊവിൻസസ്. അപ്പം ആ സാമ്രാജ്യത്തെ പ്രവിശ്യകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിസ്ട്രിക്റ്റ് ആൻഡ് വില്ലേജ് ആൻഡ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പം പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ്, വില്ലേജ് ആൻഡ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രദേശത്ത വാസ് ദ ഹെഡ് ഓഫ് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡായിട്ട് വരുന്നത് പ്രദേശത്തെയാണ്. സ്ഥാനിക ഹെഡ് അറ്റ് ദ സ്ഥാനിക. ഡിസ്ട്രിക്റ്റിനെ ഹെഡ് ചെയ്യുന്നത് ആരാണ്, സ്ഥാനികയാണ്. സിറ്റി അഡ്മിനിസ്ട്രേഷൻ വാസ് ലുക്ക്ഡ് ആഫ്റ്റർ നാഗരിക. നാഗരികയാണ് എന്താണ് സിറ്റി അഡ്മിനിസ്ട്രേഷൻ നോക്കി നടത്തുന്നത്. അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ഗോബാസ് ഉണ്ട്. റൂറൽ അഡ്മിനിസ്ട്രേഷൻ വാസ് അണ്ടർ ദ ചാർജ് ഓഫ് ആൻ എംപ്ലോയി നോൺ എസ് ഗോബ. അപ്പോൾ റൂറൽ അഡ്മിനിസ്ട്രേഷൻ ആരുടെ കീഴിലാണ് വരുന്നത്, ഗോബാസിൻ്റെ കീഴിലാണ് വരുന്നത്. ഇത് നമുക്ക് നോക്കാനുള്ളത് പ്രിസിഡൻസ് ഓഫ് ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ഓവർ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഫോർ കൗഡില്യ ദ ഇൻട്രസ്റ്റ് ഓഫ് കിങ് വെയർ ടു കീപ്പ് എബവ് എവരി അതർ ഇൻട്രസ്റ്റ്. അപ്പം രാജാവിൻ്റെ താല്പര്യങ്ങൾക്കാണ് നമ്മൾ കൗഡില്യൻ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റ് താല്പര്യങ്ങൾക്കൊക്കെ മുകളിലായിട്ട് നിൽക്കുന്നത് രാജാവിൻ്റെ താല്പര്യമാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. ലോയൽറ്റി ടു ദ കിങ് ആൻഡ് കിങ്ഡം വാസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കണ്ടീഷൻ ഫോർ എനിവൺ. ഏതൊരു വ്യക്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കണ്ടീഷൻ എന്ന് പറയുന്നത് കിങ്ങിനോട് കാണിക്കുന്ന ലോയൽറ്റിയാണ്, അഥവാ കിങ്ഡത്തിനോട് കാണിക്കുന്ന ലോയൽറ്റിയാണ്.
King, the Arthashastra represents the organization, the state, not the person. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അർത്ഥശാസ്ത്രയിലെ കിങ് എന്ന് പറയുന്നത് എന്താണ്? റെപ്രസെൻറ്റ്സ് ദ ഓർഗനൈസേഷൻ, ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്, ഒരിക്കലും ഒരു വ്യക്തിയുടെ റെപ്രസെൻറ്റേഷൻ അല്ല. ഹെൻസ് ഇൻഫറൻസ് സേസ് ദാറ്റ് എവരി ഇൻഡിവിജ്വൽ ഈസ് ടു ബി അപ്ഹോൾഡർ ഓഫ് ദ സ്റ്റേറ്റ് ഇൻട്രസ്റ്റ്. അപ്പോൾ എല്ലാ വ്യക്തികളും എന്തിനെയാണ് അപ്ഹോൾഡ് ചെയ്യേണ്ടത്? സ്റ്റേറ്റിൻ്റെ താല്പര്യത്തെ ആയിരിക്കണം. വൈൽ കീപ്പിംഗ് ദ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ പുറകിൽ വയ്ക്കുക എന്നുള്ള, അല്ലെങ്കിൽ അത് എന്താണ്, ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കുക എന്നുള്ളതാണ്. ഇത്ര കാര്യങ്ങളാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഡിസിപ്ലിനാണ്. ദിസ് ഈസ് ദ പ്രീ റിക്വസിറ്റ്സ് ഫോർ എനി ഓർഗനൈസേഷൻ. ഏതൊരു ഓർഗനൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എന്താണ്, അതിന് വേണ്ട ഒന്നാണെന്ന് പറയുന്നത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബീയിങ് നോ എക്സംഷൻ. സ്റ്റേറ്റിന് ഒരു രീതിയിലുള്ള എക്സെപ്ഷനും ഇല്ല. സ്റ്റേറ്റിലും എന്തുണ്ടായിരിക്കണം? സ്റ്റേറ്റ് ഒരു ഓർഗനൈസേഷനാണ്, അത് അവിടെ എന്തുണ്ടായിരിക്കണം? ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ടു വർക്ക് വിത്ത് എ സെൻസ് ഓഫ് യൂണിറ്റി ഓഫ് ഗോൾ ഇഫ് ഇറ്റ് ഹാസ് ടു ബി സക്സസ്ഫുൾ. സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, സെൻസ് ഓഫ് യൂണിറ്റിയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അർത്ഥശാസ്ത്ര അറ്റാച്ചസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് വെൻ ഇറ്റ് റെഫേഴ്സ് ടു ദ നീഡ് ഫോർ സ്ട്രിക്റ്റ് ഒബ്സർവൻസ് ആൻഡ് കംപ്ലയിൻസ് ടു ഓർഡേഴ്സ് ആൻഡ് റൂൾസ് ഇഷ്യൂഡ് ആൻഡ് എനാക്റ്റഡ് ബൈ ദ കിങ്. അപ്പോൾ കിങ് എനാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന റൂൾസ് ആയിക്കോട്ടെ, ഓർഡേഴ്സ് ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇത് അർത്ഥശാസ്ത്രയിൽ, ഈ ഒരു കാര്യം അർത്ഥശാസ്ത്രയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു കാര്യത്തിന് കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, എനി ലാക്സിറ്റി ഓൺ ദ പാർട്ട് ഓഫ് എനി എംപ്ലോയി ഓൺ ദാറ്റ് പോയിന്റ് വാസ് ടു ഇൻവൈറ്റ് പണിഷ്മെൻറ്റ്. അപ്പം മുകളിൽ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും ഒരു എംപ്ലോയി എന്താണ്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ പണിഷ്മെൻറ്റ് വിളിച്ചു വരുത്തും. ഇതാണ് ഡിസിപ്ലിനിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്ത കോർഡിനേഷനാണ്. കോർഡിനേഷൻ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ദ പ്രിൻസിപ്പൽ കോർഡിനേഷൻ ഇൻവോൾവ് എഫേർട്ട് ടു ഇൻ്റഗ്രേറ്റ് ദ എഫേർട്ട് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഗ്രൂപ്പ്സ് ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് ഹാർമോണിയസ് ആൻഡ് ഇൻ്റഗ്രൽ വർക്കിംഗ് ഓഫ് ദ ഗവൺമെൻറ് മിഷനറി. അപ്പം എന്താണ്, നമ്മളെന്താണ് കോർഡിനേഷൻ ഓൾറെഡി പറഞ്ഞതാണ്. കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫേർട്ട് എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് ഹാർമോണിയസ് ആൻഡ് ഇൻ്റഗ്രൽ വർക്കിംഗ്. ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ ആയിട്ടുള്ള വർക്കിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ, എല്ലാ ഗ്രൂപ്പ്സിൻ്റെ എഫേർട്ട് എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, though it is clear from the book that this principle also is only implicit in organization. എല്ലാ ഓർഗനൈസേഷനിലും ഇംപ്ലിസിറ്റ് ആയിട്ട് വേണ്ടതാണ്. ആൻഡ് ഫങ്ഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പം അഡ്മിനിസ്ട്രേഷനൊക്കെ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ അതിൽ ഉണ്ടായിരിക്കണം. The emphasis on it is evident from the statement that a chariot can be pulled only with 2 wheels, not 1. അപ്പോൾ ഒരു ചാരിയറ്റ്, ഒരു രഥം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 2 വീലും ഒരേപോലെ വർക്ക് ചെയ്യണം, ഒന്ന് വർക്ക് ചെയ്താൽ പോരാ എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേഷൻ ഗവേണൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരേ രീതിയിൽ എന്ത് ചെയ്യണം, ഫങ്ഷൻ ചെയ്യണം. It is not only the duty of the king to act as chief coordinator, but it seems imperative for each head of the department or section to command and coordinate the functioning of his subordinates. അപ്പം അത് കിങ് മാത്രമല്ല എന്താണ് ഒരു ചീഫ് കോർഡിനേറ്റർ ആയിട്ട് വരേണ്ടത്, എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഹെഡ് എന്ത് ചെയ്യണം, ഒരു ചീഫ് കോർഡിനേറ്റർ ആയിരിക്കണം. കാരണം അവരുടെ സബോർഡിനേറ്റ്സിൻ്റെ ഫങ്ഷനിങ്ങും കൂടെ എന്താണ് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള കമാൻഡ് കൊടുക്കണം. അപ്പോൾ ഇതാണ് കോർഡിനേഷനിൽ വരുന്നത്. നമുക്ക് അടുത്ത പ്രിൻസിപ്പിളാണ് നോക്കാനുള്ളത്, ഡയറക്ഷനാണ്. ഡയറക്റ്റിംഗ് ഈസ് ടേക്കൺ ആസ് ആൻ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ഇൻ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ ആയാലും മാനേജ്മെൻ്റ് ആണെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ആണെന്തെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ഡയറക്റ്റിംഗ് ആരുടെ ഫംഗ്ഷനാണ്, ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഫംഗ്ഷനാണ്. Directing involves a number of attributes to have effective performance from the employee. ഡയറക്ഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എംപ്ലോയീസിൽ നിന്ന് എഫക്റ്റീവ് പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റിങ്ങിൽ കുറേയധികം ആട്രിബ്യൂട്ട്സ് ഇൻവോൾവ് ആണ്. ഡയറക്റ്റിംഗ് ഈസ് എ മൾട്ടി ടാസ്ക് കോൺസെപ്റ്റ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഡയറക്റ്റിങ്ങിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മൾട്ടി ടാസ്ക് കോൺസെപ്റ്റാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ദാറ്റ് ഇൻക്ലൂഡ്സ് ദ മാറ്റർ പെർട്ടൈനിങ് ടു ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, സൂപ്പർവിഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം അതിലെന്താണ് ഇൻക്ലൂഡഡ് ആണ്. കൗഡില്യ റെക്കഗ്നൈസ്ഡ് ദ റിലവൻസ് ഓഫ് ഗുഡ് ആൻഡ് എഫക്റ്റീവ് ലീഡർഷിപ്പ് ഫോർ ദ സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ കൗഡില്യന് കൃത്യമായിട്ട് അറിയാം എന്താണ്
ഗവൺമെൻറ് സ്മൂത്തായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലീഡർഷിപ്പ് എങ്ങനെയുള്ള ലീഡർഷിപ്പ് ആയിരിക്കണം? ഗുഡ് ആൻഡ് എഫക്റ്റീവ് ലീഡർഷിപ്പ് ആയിരിക്കണം. ഡയറക്ഷൻ എമംഗ് അതർ തിങ്സ് ഇൻവോൾവ് കംപ്ലീറ്റ് എൻഗ്രോസ്മെൻറ്റ് ഓഫ് ദ ലീഡർ ഇൻ വർക്ക് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് എംപ്ലോയീസ്. അപ്പം ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് ആണെങ്കിലും എംപ്ലോയീസിൻ്റെ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ലീഡർ ഫുള്ളി എന്തായിരിക്കണം? ഇൻവോൾവ് ആയിരിക്കണം. കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് അവർക്ക് കൊടുക്കണം. ഓക്കെ, അതാണ് ഡയറക്ഷനിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലീഡർഷിപ്പാണ്. ഇനി അടുത്ത പ്രിൻസിപ്പിളായിട്ട് നോക്കാനുള്ളത് ലീഡർഷിപ്പാണ്. എക്സിക്യൂഷൻ ഓഫ് ദ ഡയറക്ഷൻ ടു ക്വൈറ്റ് ഓഫൺ ഡിപ്പെൻഡൻ്റ് ഓൺ ദ ക്വാളിറ്റീസ് ഓഫ് ദ ലീഡർ. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ ഡയറക്ഷനാണ് പറഞ്ഞത്. ഡയറക്ഷൻ്റെ എക്സിക്യൂഷൻ എന്തുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്? ലീഡറിൻ്റെ ക്വാളിറ്റീസുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. This become evident when one notes the trait which കൗടില്യ ascribed to a good leader. അപ്പോൾ കൗടില്യൻ ഒരു ഗുഡ് ലീഡറിൻ്റെ കുറച്ചധികം ട്രെയ്റ്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്കിത് കുറച്ചുകൂടെ മനസ്സിലാവുമെന്നാണ് അവിടെ പറയുന്നത്. കൗടില്യ ബിലീവ്ഡ് ഇൻ ലൈക്കിംഗ് ലൈക്ക് എ സിറ്റിസൺ. അപ്പം ഇവിടെ കൗടില്യൻ വിശ്വസിക്കുന്ന എന്താണ്? രാജാവിനെ പോലെ, സിറ്റിസൺ പോലെ ഒരു ലീഡർ ആയിരിക്കണം. എ ഗുഡ് ലീഡർ ഈസ് വൺ ഹൂ കീപ്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ഒരു നല്ല ലീഡർ എന്തായിരിക്കണം? ജനങ്ങളുടെ താല്പര്യം കീപ്പ് ചെയ്യുന്ന ആളായിരിക്കണം. ആൻഡ് ദ കിങ്ഡം എബോവ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഒരു രാജാവിന് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതിനേക്കാൾ ഉപരി രാജാവ് കീപ്പ് ചെയ്യേണ്ടത് എന്താണ്? ജനങ്ങളുടെ താല്പര്യവും രാജ്യത്തിൻ്റെ താല്പര്യവുമാണ്. ദിസ് എക്സ്പ്ലെയിൻസ് വിവിഡ്ലി ദ റിലേഷൻ ദാറ്റ് ഷുഡ് എക്സിസ്റ്റ് ബിറ്റ്വീൻ എ ലീഡർ ആൻഡ് ഹിസ് ഫോളോവേഴ്സ്. റെഫറിംഗ് ടു ദ ക്വാളിറ്റീസ് ഓഫ് എ transformational leader, Kaudilya says, an ideal king is one who behaves like a sage monarch. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ കൗടില്യൻ പറയുന്ന എന്താണ്? ഒരു ഐഡിയൽ കിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്? ഒരു സേജ് മൊണാർക്കിനെ പോലെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. മൊണാർക്ക് എന്ന് പറയുന്നത് ഒരു ഏകാധിപതിയാണ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം? ഒരു സേജിനെ പോലെ ആയിരിക്കണം, ഒരു ഋഷിയെ പോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് ആ ഒരു ടേമിനെ ഋഷി എന്ന് പറയുന്നത്. ഹു ഈസ് എവർ ആക്റ്റീവ് ഇൻ പ്രൊമോട്ടിങ് യോഗക്ഷേമ എന്നാണ് എഴുതിയിരിക്കുന്നത്, യോഗക്ഷേമ എന്നാണ്. അപ്പോൾ യോഗക്ഷേമ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ജനങ്ങളുടെ വെൽഫെയർ ആയിരിക്കണം ചെയ്യേണ്ടത്? രാജാവ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഹു ഈസ് എവർ ആക്റ്റീവ് ഇൻ പ്രൊമോട്ടിങ് ദ യോഗക്ഷേമ ഓഫ് ദ പീപ്പിൾ ആൻഡ് who endures himself to the people by enriching them. The word Yogakshema according to Hindu belief is a combination of yoga and kshema. അപ്പോൾ യോഗക്ഷേമയുടെ ഒരു എറ്റിമോളജിയാണ് അവിടെ പറയുന്നത്. അത് ഡിറൈവ് ചെയ്യുന്നത് യോഗ ആൻഡ് ക്ഷേമയിൽ നിന്നാണ്. യോഗ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്ഷേമ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പീസ്ഫുൾ എൻജോയ്മെൻറ്റ് ഓഫ് പ്രോസ്പെരിറ്റി. അപ്പോൾ എന്താണ്? സമാധാനപരമായിട്ട് നമ്മുടെ പ്രോസ്പെരിറ്റി എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ യോഗക്ഷേമ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വെൽഫെയർ ആണ്. സോഷ്യൽ വെൽഫെയറിനെയാണ് യോഗക്ഷേമ എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്. അപ്പം ഈ പറയുന്ന ഗോഡിൻ്റെ, ഒരു ഐഡിയൽ ഗോഡിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്? യോഗക്ഷേമത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്.